അതിൽ വേറെ ഒരു സാധനം ഇവിടെ ലിപ് ലോക്ക് കൊണ്ട് ഇന്റർകോഴ്സ് കാണിക്കുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കിയാൽ പിന്നെ അതിലെന്താ ഇരിക്കുന്നത്? ഈ ഇപ്പൊ ഇങ്ങനെ കിടക്കുന്ന ഈ സാധനം ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഇട്ടതല്ല. സാധാരണ ഇപ്പോഴത്തെ ഇതുപോലെ ഇങ്ങനെ ഇട്ടേക്കുന്നത് ഇതാണ് ഇതിന്റെ ഇപ്പോഴത്തെ ഡയറക്ടേഴ്സ്. എൻ്റെ സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ പറയുന്നുണ്ട് എത്ര ആൾക്കാർ നോട് പിക്സ് അയച്ചു തരുന്നുണ്ട്, അവരത് എന്തിന് തയ്യാറാണെന്ന് പറയുന്നു. അങ്ങനെ എനിക്ക് അതിന് സമയമല്ല, എനിക്കുള്ള സൗകര്യമില്ല. ക്യാമറയ്ക്ക് മുന്നിൽ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിനും അവർക്ക് തയ്യാറാണ്. ക്യാമറയ്ക്ക് മുന്നിൽ ഒരു റോസാപ്പൂല ലൈല പോലത്തെ ഒരു ക്യാരക്ടർ ചെയ്ത് അവർക്ക് ബാഡ് ഇമേജ് ഉണ്ടാകുന്നു. ഒരു അമ്പലത്തിൽ പൂജക്ക് വരുമ്പോഴാണോ ഇങ്ങനെയൊക്കെ ഇടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അമ്പലത്തിൽ പൂജയ്ക്ക് സെറ്റ് സാരിയിലെ കൊടുത്തു, അല്ലാതെ ഞാൻ ഷെഡിങ് ബ്രേസർ ഇട്ട് ബിഗിനി അല്ലല്ലോ ഇട്ടത്. ഒരു മാന്യമായ വസ്ത്രമൊക്കെ ധരിച്ചുകൂടി ഇങ്ങനെ ആണുങ്ങളെ കാണിക്കാനാണോ നടക്കുന്നത്? ഇങ്ങനെ ക്ലാസ് തേർഡ് റേറ്റ് ചിന്താഗതിയുള്ള ആൾക്കാരുടെ ഇത് നോക്കിയാണോ നമ്മൾ അത്രയും കാണാതെ കിടക്കുന്നതാണ് പിന്നെ കുഴപ്പമില്ല. കാരണം ഈ പറയുന്ന സ്ത്രീകളുടെ ആണുങ്ങളുടെ ഒന്ന് ഫോണൊന്ന് പരിശോധിച്ച് നോക്കി അറിയാം. കണ്ട ഫോൺ സ്റ്റാർസ് കാണാൻ സിനിമ രാസാന്ന് പറഞ്ഞ സിനിമ അവിടെ ഒന്നുമില്ല, ജിപ്സാടെ വട മാത്രമേ ഇടുണ്ടാവുള്ളൂ. പെട്ടെന്നല്ലേ ഈ ഗ്ലാമറസ് ആയിട്ടുള്ള വേഷങ്ങൾ ധരിക്കാനായിട്ട് തുടങ്ങിയത്? ബിൻഷയ്ക്ക് ജിപ്സാ ബീഗത്തിന് അറിയാത്തത് കൊണ്ടാണ്. ഇപ്പോഴാണ് ഞാനൊന്ന് തുണി കൊടുക്കാൻ തുടങ്ങിയത്. സത്യം പറഞ്ഞിട്ട് അംബാനിയുടെ മക്കൾ സ്ലീവ്ലെസ്സും എഴുതി വെക്കണം. അവർ പ്രോസ്റ്റിറ്റ്യൂട്ടുകളായിട്ടാണോ? ക്ലീവേജ് എന്ന് വെച്ചാൽ മുലയുടെ ഇടവ്, അതാണ് ഈ ക്ലീവേജ് എന്ന് പറയുന്ന സാധനം. അല്ലേ പറയുന്നത് വെച്ചാൽ എന്റെ മക്കൾ കാണാൻ ഭംഗിയുള്ളതുകൊണ്ടാണല്ലോ അവരെടുത്തത്. അത്രയും പേര് വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഓർഗാസം കിട്ടുമെങ്കിൽ അവർ ചെയ്തോട്ടെ, അത്രേ ഉള്ളൂ. അതിലപ്പുറം അതിനൊന്നും കുറിച്ചിട്ട് യാതൊരു വിധത്തിൽ. ആണുങ്ങൾ വരുന്നത് പല ഉദ്ദേശവും ഉണ്ടാവും ഈ പ്രണയ അഭ്യർത്ഥനയായിട്ട് വരുന്നത്. ഞാൻ പലരൊന്നും അല്ലല്ലോ. നമ്മളെ ഒരാൾ മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 90% നമ്മളുടെ തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാറ്റാൻ പോകേണ്ട ആവശ്യം എന്താണ്? ഉമ്മയ്ക്ക് ഇരിക്കാൻ കംഫർട്ടബിൾ ആണോ? ഉമ്മയ്ക്ക് നിൽക്കാൻ കംഫർട്ടബിൾ ആണോ? നടക്കാൻ കംഫർട്ടബിൾ ആണോ? പിന്നെ അതാണ് ഉമ്മ നോക്കേണ്ട ആവശ്യം. എൻ്റെ കുഞ്ഞിനെ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഒറ്റയ്ക്ക് വളർത്തി, ഒറ്റയ്ക്ക് കൊണ്ടുപോയി പഠിപ്പിച്ച്, ഒറ്റയ്ക്ക് അവളുടെ കാര്യങ്ങൾ നോക്കി ഇക്കണ്ട സദാവട്ടത്ത് മാത്രം ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുടെ കമൻസ് നോക്കി നമ്മൾ അങ്ങനെയാണോ? എൻ്റെ ഒരു ഡ്രസ്സ് അൺഡ്രസ് ചെയ്യുന്നില്ല, ലിപ് ലോക്ക് ചെയ്യുന്നില്ല, ഇന്റർകോഴ്സ് ചെയ്യുന്നത് കാണിക്കുന്നില്ല. ജിപ്സാബിക ഇപ്പോഴാണ് ഒന്ന് തുണി കൊടുത്ത് കിടക്കാൻ തുടങ്ങിയത്. ജിപ്സാബിക ഇപ്പോഴാണ്. ഹായ്, ഹലോ, വെൽക്കം ടു സിനിമാത്തേക്ക്. എന്നോടൊപ്പം ഉള്ളത് ജിപ്സാ ബീഗം ആണ്. നമസ്കാരം ചേച്ചി. നമസ്കാരം. നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ സാരിയിൽ. വിയർത്ത് പൊട്ടിയല്ല ഇറങ്ങിപ്പോയി, അതുകൊണ്ടായിരിക്കും. ഒരുപാട് സിനിമകൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ ഇപ്പോഴാണ് കൂടുതലൊന്ന് വൈറലായതല്ലേ? ഇപ്പോഴല്ല, അത് നിങ്ങൾ സോഷ്യൽ മീഡിയക്കാരാണല്ലോ വൈറലാക്കുന്നതും അല്ലാതാക്കുന്നതൊക്കെ. അതുകൊണ്ട് അന്ന് സോഷ്യൽ മീഡിയ ഒന്നും അങ്ങനെ അത്ര വലിയ ആക്റ്റീവ് അല്ലായിരുന്നു 2016 സമയങ്ങളിൽ. എയർ ഹോസ്റ്റസ് ആയിരുന്നല്ലേ? അപ്പോൾ എയർ ഹോസ്റ്റസ് ആയിട്ട് എങ്ങനെയാണ് പിന്നെ സിനിമയിലേക്ക് വന്നത്? ഞാൻ എയർ ഹോസ്റ്റസ് ആയതിനു ശേഷം എനിക്ക് ബിസിനസ് ഉണ്ടായിരുന്നു. ഞാൻ ഫാഷൻ ഡിസൈനറും കൂടിയാണ്. അപ്പം ആ ബിസിനസ്സും കഴിഞ്ഞതിന് ശേഷമാണ് അതൊക്കെ ഏകദേശം ഒന്നതായി. അതിന് ശേഷമാണ് ഇതൊക്കെ ഇങ്ങനെ തൊട്ടടുത്ത വർഷങ്ങളിലാണ്. അതിന് ശേഷമാണ് ഞാൻ ഈ സിനിമയിലോട്ട് വരുന്നത്. സിനിമ ഇഷ്ടമായിരുന്നു, ചെറുതിലേ തൊട്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനി എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ താല്പര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് വിചാരിച്ചത് സിനിമ ഇല്ലെങ്കിലും ജീവിക്കാന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടോ ശരിക്കും? സിനിമ ഇല്ലെങ്കിൽ ജീവിക്കാൻ ഞാൻ ഈ സിനിമയിൽ നിന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരു രൂപ പോലും ഞാൻ സിനിമയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളെ ഒരു കൂടിപ്പോയി 2 ദിവസം 3 ദിവസം വർക്ക് എനിക്കുണ്ടാവുള്ളൂ. പെർ ഡേ എന്നുള്ള രീതിയിലുള്ള റെമുനറേഷൻ ആയിരിക്കും. അതുകൊണ്ട് എൻ്റെ ഒരു കാര്യം എനിക്ക് നടക്കാവില്ല. ഞാൻ സിനിമയിൽ നിന്നൊരു വരുമാനം, എൻ്റെ പൈസ അങ്ങോട്ട് പോയി എന്നല്ല, സിനിമയിൽ നിന്ന് ഞാൻ ഒരു വരുമാനം ഉണ്ടായിട്ടില്ല. സിനിമയുടെ പേരിലും എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ പേജ് ആവട്ടെ, എൻ്റെ ഇതാവട്ടെ, എന്താണെങ്കിലും ഇപ്പം യൂട്യൂബ് ആണെങ്കിലും എൻ്റെ പേര് വെച്ച് മറ്റുള്ളവർ പൈസ ഉണ്ടാക്കണം എന്നല്ലാതെ ഫിലിം എന്നുള്ള എൻ്റെ പ്രൈവസി പോയി എൻ്റെ എന്താ പറയുക കുറേ ഓൺലൈൻ ചാനൽസ് കൊണ്ടുവന്ന് വാശപ്പശക്ക് പോലെ ടൈറ്റിലും അതും ഇട്ടിട്ട് എൻ്റെ ഒരു പേഴ്സണാലിറ്റി കോട്ടം തട്ടിച്ചു എന്നുള്ളതല്ലാതെ എനിക്ക് ഇപ്പം ഞാനെന്നുള്ളൊരു വ്യക്തി എന്താണ് എന്നുള്ളതിനെ വേറെ രീതിയിലോട്ട് അവർ ഇത് ചെയ്തു കഴിഞ്ഞു എന്നുള്ളതല്ലാതെ എനിക്കതുകൊണ്ടൊരു ഗുണം എനിക്ക് ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എന്താ പറയുക, പച്ചമാങ്ങ എന്നൊരു സിനിമയിൽ അഭിനയിച്ചു പ്രതാപ് പോത്തൻ്റെ. അത് ഒരു നെഗറ്റീവായിട്ട് കരിയറിനെ ബാധിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? മുഖ്യധാര സംവിധായകരൊക്കെ ഒരു സിനിമ ഫീൽഡിലുള്ള ഒരാളിൽ നിന്നും എനിക്കൊരു നെഗറ്റീവും അതുകൊണ്ട് ഇതാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, ആരെങ്കിലും എന്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ആകാ പച്ചമാങ്ങയായിരിക്കും എന്നെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 10 പേര് എന്നെ തിരിച്ചറിഞ്ഞു ആ സിനിമ വന്നതിന് ശേഷം. അതിലിപ്പം നെഗറ്റീവായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സീക്വൻസ് ഒക്കെ ആൾക്കാർ ഇങ്ങനെ ഓരോ സീക്വൻസ് എടുത്തിട്ട് 2 സെക്കൻഡ് മാത്രമുള്ള ബെഡ്റൂം സീക്വൻസ് എന്താ അതിൽ സംഭവിച്ചത് എനിക്ക് മനസ്സിലായി. ഇത് വേറെ 2 സെക്കൻഡ് അങ്ങോട്ട് മാത്രമേ ഉള്ളൂ. ആ 2 സെക്കൻഡിന് അവർ കട്ട് ചെയ്ത് വീണ്ടും ഇട്ടാൽ അതിൽ വേറെ ഒരു സാധനം ഇവിടെ ലിപ് ലോക്ക് കൊണ്ട് ഇന്റർകോഴ്സ് കാണിക്കുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കിയാൽ പിന്നെ അതിലെന്താ ഇരിക്കുന്നത്? അതെ, നെഗറ്റീവ് ഒരുപാട്. ഞാൻ ക്ലിപ്പിംഗ്സ് ഇങ്ങനെ ഇട്ടിട്ട് നെഗറ്റീവ് വശപശക്ക് ടൈറ്റിൽ ഓൺലൈൻ ചാനൽസ് കൊടുക്കുന്നതല്ലേ, അല്ലെങ്കിൽ കുരുപൊട്ടിയിരിക്കുന്ന ഏതെങ്കിലും അമ്മച്ചിമാരോ അപ്പാപ്പമാരോ ഇടുന്ന കമന്റ്സ് ആയിരിക്കില്ല. അല്ലാതെ വേറെ എവിടെ ആ സിനിമ കണ്ടിരുന്നോ? സിനിമ ഞാൻ ആ ക്ലിപ്പിംഗ് ഫുൾ സിനിമ അതിന്റെ കാര്യം മനസ്സിലായി. വേറൊരു ആക്ട്രസും അൺഡ്രസ് ചെയ്യുന്നില്ല, ലിപ് ലോക്ക് ചെയ്യുന്നില്ല, ഇന്റർകോഴ്സ് ചെയ്യുന്നത് കാണിക്കുന്നില്ല, ഞാൻ അൺഡ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് അതിൽ കാണിക്കില്ല, ഒന്നും ചെയ്യുന്നില്ല. പുള്ളി എന്നെ ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്യുന്നു, എന്റെ കൂടുതലാക്കുന്നു, ഒന്ന് ജസ്റ്റ് എന്റെ ഫേസിലും എന്റെ നെക്കിലും കിസ് ചെയ്യുന്നു. ആ അത്ര സീൻ വെച്ചിട്ട് കരിയറിന് പിന്നെ എന്തെങ്കിലും അതുകൊണ്ടൊരു കരിയറിനെ ഒരു ബാധിച്ചിട്ടില്ല. കരിയറിന് അതൊന്നും ഇതാക്കത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ എസ്മ സീരിയസിലെ മറ്റേ ഇത് പോൺ ഇതിൽ
ഫുൾ ന്യൂഡായിട്ട് ഇന്റർകോഴ്സ് കാണിക്കുന്ന അതൊക്കെ ചെയ്യുന്ന പുള്ളിക്കാരി ഇപ്പൊ ഇത്രയും സിനിമകളിൽ അഭിനയിക്കോ സണ്ണി ലിയോൺ ഇവിടെ ആരെങ്കിലും കൊണ്ടാടുവോ? ഇല്ലല്ലോ. അപ്പൊ അതൊന്നും ഒരു കാരണമല്ല. സിനിമ പോവാനോ വരാനോ ഒന്നും അതൊന്നും ഒരുപാട് കഴിവുകളുണ്ട് എന്നാൽ മുഖ്യധാര സംവിധായകര് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ അവോയ്ഡ് ചെയ്ത് അങ്ങനെ അല്ലല്ല, അത് അതിനായിട്ട് നമ്മൾ മെനക്കെടണം. കാരണം ഞാൻ അത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് മെനക്കെട്ടിട്ടില്ല. ഞാൻ സിനിമയ്ക്ക് വേണ്ടി മെനക്കെട്ട് ഞാൻ 2016, 17, 18, 18 വരെ 18 ഞാൻ വേണ്ടി ജോലിക്ക് കയറിയപ്പോഴാണ്. ആ സമയത്ത് എന്നെ വിളിക്കുമ്പോൾ എല്ലാവരും പറയാം നിന്നെ വിളിച്ചാൽ നീ വരൂലല്ലോ. ഞാൻ വിളിച്ചാൽ വരാത്തതല്ല, കാരണം ഞാൻ ഇതിന്റെ പിന്നാലെ 500 കഞ്ഞിക്ക് വേണ്ടി നടന്നു കഴിഞ്ഞാൽ എനിക്ക് മാസം 1.5 ലക്ഷം 2 ലക്ഷം രൂപ സാലറി കിട്ടുന്ന എൻ്റെ വർക്ക് അവിടെ പോകും. അപ്പൊ ഞാൻ അതിനെ വിട്ടിട്ട് നിൽക്കോ ഇത് നിൽക്കോ. ഞാൻ ഇതിന്റെ പിന്നാലെ ഇപ്പൊ 23 വർഷം ജോജു എന്ന് പറയുന്ന നടൻ ഇതിന്റെ പിന്നാലെ നടന്നു. എനിക്കൊന്നും അങ്ങനെ 21 വർഷം 25 വർഷമൊന്നും ഇതിന്റെ പിന്നാലെ നടക്കാക്കൂല. കാരണം അപ്പോഴത്തേക്ക് എനിക്ക് അത്ര ഇതാ. പിന്നെ എനിക്ക് അമ്മച്ചി വേഷം അമ്മൂമ്മ വേഷം എനിക്ക് കിട്ടുള്ളൂ. അപ്പം ഇപ്പൊ തന്നെ ഞാൻ ഈ 24-25 വയസ്സിൽ വന്നിട്ട് പോലും എനിക്ക് നല്ല വേഷങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പോഴും വയസ്സ് അത്രയേ ഉള്ളൂ. ഇപ്പം 32-35 വയസ്സുള്ള ഒരു നായികയാകുമ്പോഴും അന്ന് എനിക്ക് കിട്ടുന്ന സപ്പോർട്ടിങ് ക്യാരക്ടറാണ്. അപ്പം ഇതിൽ ഭാവിയുണ്ടോ ഇല്ലയോ നോക്കാതെ പ്രഡിക്റ്റബിൾ ആണ്, നമുക്കറിയില്ല എന്താവുന്നത്. അത് നോക്കാതെ നമ്മൾ നമ്മളുടെ ജോലിയും നമ്മുടെ കരിയറൊക്കെ നശിപ്പിച്ചിട്ട് ഇതിന്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ അങ്ങനെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അലിഞ്ഞു തിരിഞ്ഞ് ഇതാക്കിയിട്ടും പിന്നെ അവരവരുടെ തോന്നിയ രീതി എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതി. എനിക്ക് അങ്ങനെ നടക്കാക്കൂല. എനിക്കൊരു ഫാമിലി ഉണ്ട്. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എനിക്ക് നോക്കണം. ഞാൻ ആരായിരുന്നു എന്താണെന്ന് നോക്കണം. എൻ്റെ ക്വാളിഫിക്കേഷൻ എനിക്ക് നോക്കണം. അപ്പോൾ അതൊക്കെ കൊണ്ട് കിട്ടിയാൽ ചെയ്യാം എന്നുള്ളത് മാത്രമല്ല. അല്ല ഇതിൻ്റെ പിന്നാലെ ഞാൻ ഇന്നുവരെ ഒരു ഡയറക്ടേഴ്സിൻ്റെ പിന്നാലെ ഒരു സ്ഥലത്ത് ഇതിനെ ഒന്നും ഞാൻ പോയിട്ടില്ല. അവരെ കാണാനോ അവരെ പേഴ്സണലി മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ വിളിച്ചിട്ട് സംസാരിക്കാനോ എനിക്ക് അതിനൊന്നും സമയമില്ല. ചാറ്റ് ചെയ്യാനോ വിളിച്ച് ഇതാക്കാനോ. ഒരുപാട് ഡയറക്ടേഴ്സ് എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ പറയുന്നുണ്ട് എത്ര ആൾക്കാരിനോട് പിക്സ് അയച്ചിരുന്നുണ്ട് അവരത് എന്തിട്ട് തയ്യാറാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എനിക്ക് അതിനൊന്നും സമയമില്ല, എനിക്കുള്ള സൗകര്യമില്ല. അങ്ങനെ നമ്മള് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു പടം വേണ്ട എന്നുള്ള ഒരു അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലിയല്ലേ. അപ്പൊ നമ്മൾ അഭിനയിക്കുന്നതിന് അതിനെന്താ അതിനൊരു വാല്യൂ ഇല്ലേ? നമുക്കപ്പോൾ അതിന് നമ്മൾ കഴിവില്ല എന്നുള്ളതല്ലേ നമ്മൾ അവിടെ പ്രൂവ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കൊരു എനിക്ക് കഴിവുണ്ട് എന്നുള്ള എന്നെ ക്യാരക്ടർ ഇപ്പം റോസാപ്പൂ വന്നപ്പോഴത്തേക്കും ആ ക്യാരക്ടറിന് ഇപ്പം എൻ്റെ ബോഡി ലാംഗ്വേജ് ഉള്ള അല്ലെങ്കിൽ എന്നെ ഒരാൾ ഒരു റൗണ്ട് ഫേസ് ഉള്ള അത്യാവശ്യം വണ്ണുള്ള ചബ്ബി ഫിഗർ ആയിട്ടുള്ള എടുത്തിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു ഇത് വെച്ചിരുന്നു. അവർ കുറച്ച് നിബന്ധനകൾ വെച്ചിരുന്നു. അപ്പം അങ്ങനെ ഒരാളെ വേണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു കാസ്റ്റിംഗ് കോൾ കണ്ടിട്ട്. പക്ഷെ ഞാൻ മെയിൽ അയച്ചിട്ടൊന്നും എനിക്കത് മെയിൽ സെൻഡ് ആയില്ല. അപ്പം ഞാനത് വിട്ടു. നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും FBയിലുള്ള ഒരു സൂര്യകല പുള്ളിക്കാരിയാണ് ഷിബു തമീൻസിൻ്റെ കുറേ അവർ കാസ്റ്റിംഗ് ഒക്കെ ചെയ്യണം. അപ്പോൾ പുള്ളിക്കാരി വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമയുണ്ട്, ഫോട്ടോ അയക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അയച്ചു കൊടുത്തോളൂ. ഞാൻ കുറേ ട്രൈ ചെയ്തിട്ട് എനിക്ക് പറ്റിയില്ല, ഞാൻ വിട്ടതാണെന്ന്. അപ്പോൾ അതുപോലെ എന്ന് വെച്ചാൽ എന്നെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഇവിടെ ബിജു സാറ് പുള്ളിക്കാരൻ ഇവിടെ കാക്കനാട് ഇവിടെ ഫിലിം അക്കാദമി എന്തുകൊണ്ട് അപ്പോൾ പുള്ളി ഗവൺമെൻറ് സ്റ്റാഫാണ്. അപ്പോൾ പുള്ളി പറഞ്ഞതാ ഈ ക്യാരക്ടറിന് പലരെയും വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ക്യാമറയ്ക്ക് പിന്നിൽ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിനും അവർ തയ്യാറാണ്. ക്യാമറയ്ക്ക് മുന്നിൽ ഒരു റോസാപ്പൂല ലൈല പോലത്തെ ഒരു ക്യാരക്ടർ ചെയ്താൽ അവർക്ക് ബാഡ് ഇമേജ് ഉണ്ടാവുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതങ്ങനെ ബാഡ് ഇമേജ് ഉണ്ടാവും. അപ്പോൾ അവരല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യില്ല. ഇപ്പോൾ ഡേർട്ടി പിക്ചറിൽ വിദ്യാബാലൻ ചെയ്തില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അതൊന്നുമില്ല. ആകെ ഒരു 3-4 സീൻ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഹീറോയിനാണ്. പിന്നെ എന്താ ചെയ്യാൻ പറ്റാത്ത, അതും ബിഗ് ബഡ്ജറ്റ് മൂവി, 149 ആർട്ടിസ്റ്റുകളുള്ള മൂവി. അപ്പോൾ ബാക്കി എല്ലാവർക്കും ചെയ്യുന്നു. പിന്നെ എനിക്ക് എന്താ ചെയ്യാൻ പറ്റും? അത് ഇങ്ങോട്ട് വന്നൊരു ക്യാരക്ടർ പച്ചമാങ്ങ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചൊരു ക്യാരക്ടർ. എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇതേപോലെ ഞാൻ പലരോടും വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ക്യാരക്ടർ ഉണ്ടോ എന്നൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ ഇല്ല കാസ്റ്റിംഗ് കഴിഞ്ഞു എല്ലാവരും കാസ്റ്റിംഗ് കഴിഞ്ഞു. ഇല്ല ഇനിയില്ല എല്ലാം അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്ന സാധനം ഞാനിത് തട്ടിക്കളയണം. പിന്നെ മാത്രമല്ല ടിപ്പിക്കൽ വില്ലേജ് ലേഡി ആയിട്ടുള്ള അത്രയും ഭയങ്കര ഇതായിട്ടുള്ള ഒരു ടിപ്പിക്കൽ ആ ഒരു ലെവലിൽ ഫുള്ള് ടാനൊക്കെ അടിച്ചിട്ട് ഫുള്ള് അങ്ങനത്തെ ക്യാരക്ടർ ധാവണിയെ കൊടുത്തിട്ട് അതിൽ തന്നെ എനിക്ക് കാരണം ഞാൻ അത്ര ഇഷ്ടപ്പെട്ട ഒരു കോസ്റ്റ്യൂമും ആ ഒരു അപ്പിയറൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. പിന്നെ പഴയകാല സിനിമകളിൽ ഇപ്പൊ ഇന്നത്തെ സിനിമയിലാണെങ്കിലും മുഖ്യധാര നായികമാരൊക്കെ ഈ ലിപ് ലോക്ക് സീനുകളിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും അവരെയൊന്നും പ്രത്യേകമായിട്ട് എടുത്തു പറയാതെ കുറച്ചു പേര് അഭിനയിക്കുമ്പോൾ ഫലമുള്ള മാവിലെ ഏറിയുള്ളൂ. ഞാൻ വാതുറക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ കാരണം നമ്മൾ അത്യാവശ്യം പ്രതികരിക്കുകയും നമുക്ക് അത്യാവശ്യം പൊട്ടൻഷ്യലുള്ള നമ്മൾ അത്യാവശ്യം കേൾക്കുകയും കാണാനും ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ അതുണ്ടാവുള്ളൂ. ഇപ്പം അല്ലാത്തവരെ ആരും മൈൻഡ് ചെയ്യത്തില്ല. അതിൻ്റെ കാരണം അത് തന്നെയാണ്, ഫലമുള്ള മാവിലെ എറിയുള്ളൂ. അല്ലാതെ ഇന്ന ആൾക്കാരായതുകൊണ്ടല്ല. കാരണം ഞാൻ ഫലമുള്ള മാവാണ്. ജിപ്സാ ബീഗം എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ കൊടുത്തിട്ട് എന്തിട്ട് കഴിഞ്ഞാലും 10 പേര് അത് കയറി നോക്കും എന്നുള്ള ഇതുള്ളതുകൊണ്ടാണ്. ഇപ്പം ഞാൻ എല്ലാ വിഷയത്തിലും പ്രതികരിക്കുന്നത് കൊണ്ടാണ്. ഞാനിപ്പോൾ പ്രതികരിക്കാതിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ ബാക്കി എല്ലാവരും പോലെ ഒരു ഏതോ ഒരു വ്യക്തി അത്രേ ആവുള്ളൂ. പക്ഷെ എല്ലാവരും ഇല്ലേ ഇപ്പം ജിപ്സ ചേച്ചിയുടെ അന്നൊരു പൂജയുടെ സമയത്ത് ഒരു സാരി ഉടുത്തിട്ട് കുറച്ച് നേവല് കാണിച്ചിട്ട് ഒരു ഫോട്ടോ കണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും അത്രയും നെഗറ്റീവാണ്. ഇത്തിരി എന്താ പറയുക നമ്മൾ ക്ലീവേജ് ഒക്കെ കാണിക്കുമ്പോൾ സമൂഹം ഭയങ്കര നെഗറ്റീവായിരുന്നു ചേച്ചിയുടെ ആ ഫോട്ടോ ഒക്കെ. സമൂഹം എന്ന് പറയുന്നത് ഏതെങ്കിലും പൊട്ടക്കുളത്തിലെ തവളകളല്ല ഈ സമൂഹം എന്ന് പറയുന്നത്. അതല്ല സമൂഹം എന്ന് പറയുന്നതും അതല്ല ലോകവും. അത് അവരറിയാത്തതിന് നമ്മളെന്ത് പഴച്ചു?
അല്ല ഒരുപാട് അങ്ങനെ നെഗറ്റീവ് വരുമ്പോ കാരണം ഇന്നലെ ഈ 10, 50, 60 വയസ്സായവർക്ക് ഇന്നലെയാണ് FB എന്ന് പറഞ്ഞ സാധനം എന്തെന്ന് അവർ കാണുന്നത്. ഈ അതുവരെ അവർ ഉപയോഗിച്ചിരുന്ന ഫോണിൽ FB എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്നോ സോഷ്യൽ മീഡിയ ഉണ്ടെന്നോ അവരറിയില്ല. അവർക്ക് ഇന്നലെയാണ് നേരം വെളുക്കാൻ തുടങ്ങി. നേരം വെളുത്തപ്പോൾ അവർ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അവർ കിടന്ന് കുരയ്ക്കുന്നതിന് നമ്മളെന്തിനാ അതിനൊക്കെ പ്രതികരിക്കണം? പെണ്ണുങ്ങൾ തന്നെ 5 പറയുന്നത് പൈസയുടെ ഇങ്ങനെയുള്ള ഉപയോഗമില്ലാത്ത വേഷവിധാനം കൊണ്ടാണ് സ്ത്രീകളെ ഇങ്ങനെ പറയുന്നത്. അത് വേഷം അങ്ങനെ എന്ത് ധരിച്ചാലും പെണ്ണുങ്ങൾ അങ്ങനെയാണ് എന്നൊരു ചിത്രീകരണമാണ് നമ്മുടെ സമൂഹം നടത്തുന്നത്. അപ്പം ചേച്ചി അതിനൊക്കെ ബോൾഡായിട്ട് തന്നെ ലോ ക്ലാസ് ചിന്താഗതിയുള്ള ആൾക്കാരുടെ ഇത് കഴിഞ്ഞ് നമ്മളെന്തിനാ നമ്മളെ സമയം വെറുതെ മെനക്കെടുത്തണം? എന്തെല്ലാം പ്രൊഡക്റ്റീവായിട്ടും എന്തെല്ലാം ഇന്നോവേറ്റീവായിട്ടും നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ എന്തിനാ നമ്മൾ മുകളിലോട്ട് പോകുന്നു? 10 വർഷത്തിന് മുമ്പ് ഇരിക്കുക, 15 വർഷത്തിന് മുമ്പ് ഇരിക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഇരിക്കുന്ന അവസ്ഥയിലല്ല. നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് നമ്മളുടെ ടൈമും നമ്മളുടെ എനർജിയും നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അവർ അവിടെ അങ്ങനെ തന്നെ ഇരിക്കും. 20 വർഷം കഴിഞ്ഞാലും ചത്തില്ലെങ്കിൽ അവർ അങ്ങനെ തന്നെ ഉണ്ടാവും. നമ്മൾ കംഫർട്ടായ ഡ്രസ്സാണ് ജിപ്സ ചേച്ചി. ഒരു ഫാഷൻ ഡിസൈനറായി എനിക്ക് ഞാൻ ആരുടെ ഔദാര്യം ചോദിക്കേണ്ടത്, ആരുടെ പെർമിഷൻ ഞാൻ ചോദിക്കേണ്ടത്? എനിക്ക് ഇഷ്ടമുള്ള എൻ്റെ ബോഡിക്ക് ഓക്കെ ആവുന്ന ഡ്രസ്സ് ഞാൻ ധരിക്കും. അത് ആരുടെ വീട്ടുമുറ്റത്ത് കൊണ്ടുപോയി കാണിക്കില്ല. ആവശ്യമില്ലാർക്ക് അത് സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു അമ്പലത്തിൽ പൂജക്ക് വരുമ്പോഴാണോ ഇങ്ങനെയൊക്കെ ഇടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അമ്പലത്തിൽ പൂജയ്ക്ക് സെറ്റ് സാരിയല്ലേ കൊടുത്തു, അല്ലാതെ ഞാൻ ഷെഡിയും ബ്രേസർ ഇട്ട് ബിഗിനി അല്ലല്ലോ ഇട്ടത്. അല്ല കമന്റുകൾ വന്നതാ ഞാൻ പറഞ്ഞ അതിൽ നമ്മൾ വിദ്യാഭ്യാസ വിവരവും ലോക വിവരവും ഇല്ലാത്ത ഒരു ഇട്ടാവട്ടത്ത് മാത്രം ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുടെ കമന്റ്സ് നോക്കി നമ്മൾ അങ്ങനെയാണോ നമ്മളെ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യം ആണോ? അല്ല സമൂഹം ഇപ്പൊ അതാണോ സമൂഹം? അതാണോ ഇത്? അവരെ നോക്കിയാണോ നമ്മൾ വിലയിരുത്തേണ്ടത്? അവരുടെ ഇതാണോ? എവിടെയോ കിടക്കുന്ന ലോ ക്ലാസ് തേർഡ് റേറ്റ് ചിന്താഗതിയുള്ള ആൾക്കാരുടെ ഇത് നോക്കിയാണോ നമ്മൾ മറ്റുള്ളവരെ നമ്മൾ വിലയിരുത്തേണ്ടത്? ഒരിക്കലും അല്ല, അങ്ങനെ നമ്മൾ വിലയിരുത്താൻ പാടില്ല. പക്ഷെ പൊതുവേ ഇപ്പൊ സ്ത്രീകള് എന്തേലും ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ ഒരു മോശപ്പെട്ട സ്ത്രീയാണ് അങ്ങനെ രീതിയിൽ ഒരാൾ ഒറ്റപ്പെടുത്തുവാണ്. അങ്ങനെ ഒറ്റപ്പെടും. കാരണം ഞാൻ ഇരട്ടയ്ക്ക് ജീവിക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഒറ്റപ്പെടുന്ന ഒരാളും അല്ല. കാരണം ഞാൻ ഈ ചെയ്ത എൻ്റെ മേഖലകളിലെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ജോലിക്ക് പോയി ഒറ്റയ്ക്ക് സാലറി ആയിട്ട് എൻ്റെ കുടുംബത്തിനെ ഒറ്റയ്ക്ക് നോക്കി ഇതാക്കുന്നതല്ല. ഞാൻ എൻ്റെ ഫാദറിൽ നിന്നോ എൻ്റെ ഹസ്ബൻഡിൽ നിന്നോ ഞാൻ ഡിവോഴ്സായി. ഞാൻ ഒരു അലുമിനി മേടിച്ചിട്ട് 1 രൂപയുടെ എൻ്റെ സ്വർണ്ണവും പൈസ പുള്ളിക്ക് കൊടുത്തല്ലാതെ പുള്ളിയുടെ ഇതാക്കില്ല. പുള്ളിയുടെ ബാങ്ക് ബാലൻസ് കണ്ടല്ല ഞാൻ എന്നെ കെട്ടുമ്പോഴും അതിന് ശേഷം ഈ നിമിഷം വരെ പുള്ളിക്ക് 5 പൈസയുടെ സ്വത്തോ വകയോ ഇതുവരെ ഇല്ല. എൻ്റെ കുഞ്ഞിനെ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഒറ്റയ്ക്ക് വളർത്തി, ഒറ്റയ്ക്ക് കൊണ്ടുപോയി പഠിപ്പിച്ച്, ഒറ്റയ്ക്ക് അവളുടെ കാര്യങ്ങൾ നോക്കി, ഇക്കണ്ട സർജറികൾ മുഴുവൻ ചെയ്ത് എല്ലാം ചെയ്തിട്ട് ഞാൻ നോക്കണം. ഇന്ന് അന്നും എന്നും ഞാൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഞാൻ ജീവിതത്തിൽ ഇത്രയും ബോൾഡ് ആയാലും ജീവിക്കാൻ പറ്റുള്ളൂ. അല്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചിട്ട് കഴിഞ്ഞു പോകുന്നതല്ല. അമ്പലത്തിൽ വന്നപ്പോൾ ഞാൻ മറ്റേ ഡ്രസ്സ് ഇട്ടിട്ടല്ല വന്നത്. ശരിക്കും ഞാൻ ആ സാരി എന്ന് പറയുന്നത് സെറ്റ് സാരി ഇവിടെ തൊട്ട് ഇവിടം വരെ ക്ലീവേജ് മൊത്തം കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും ഒരു കേരളീയ സംസ്കാരത്തിന് ചേർന്ന ഒരു വസ്ത്രധാരണമാണോ? എന്താ ഈ കേരളീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ നമ്മളുടെ അമ്മമാരൊക്കെ ഉടുത്തിരുന്ന എന്തായിരുന്നു? മുണ്ടും ബ്ലൗസും, അതിന്റെ മോളിൽ കൂടെ ഒരു തോർത്തിട്ടാലായി ഇട്ടില്ലേ? അങ്ങനെ തന്നെയായിരുന്നു. എത്ര വർഷം കഴിഞ്ഞാൽ ഇത് ഈ മാക്സിയിലോട്ടൊക്കെ മാറിയത്? എത്ര വർഷം തൊട്ടാ മാറിയത്? ഇപ്പോഴത്തെ എത്രയോ പെൺകുട്ടികൾ ഈ മിനി സ്കർട്ട് ഇടുന്നുണ്ട്, അരപ്പാവട ഇട്ട് വരുന്നുണ്ട്, ക്രോപ്പ് ടോപ്പ് ഇട്ട് വരുന്നുണ്ട്, സ്ലീവ്ലെസ് ഇട്ട് വരുന്നുണ്ട്. പക്ഷെ അവരൊന്നും വരുന്നത് കാണാത്തത് ഓൺലൈൻ മീഡിയാസ് അതെടുത്ത് പുറത്തിടാം. ആ അമ്പല കമ്മിറ്റിക്കാർക്കും പ്രശ്നമില്ല, അമ്പലത്തിലെ ആൾക്കാർക്കും കുഴപ്പമില്ല. പക്ഷെ ക്ഷേത്രത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന എത്രയോ വിഗ്രഹങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെതായിട്ടുള്ള കണ്ടിട്ടുണ്ടോ? അത് ഈ ശില്പങ്ങൾ കൊത്തിവെച്ചത് ഒരു ശില്പിയുടെ ഒരു കണ്ണിലൂടെയാണ്. ആ ഒരു ഈ കൊച്ചു കുട്ടികൾ മുഴുവൻ കാണുകയല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കാൻ ആധികാരികമായിട്ട് സംസാരിക്കുന്നത് ഒരുപാട് അതിനെ കയറി കാട് കയറിപ്പോ. അപ്പൊ ഈ സംസ്കാരത്തിന്റെ കാര്യം പറയണമെന്നുണ്ടായിരുന്നു. നമുക്കൊരു ബിക്കിനിട്ട് നമുക്ക് അമ്പലത്തിൽ ഒരിക്കലും പോകാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ സെറ്റ് സാരിയാണ് അത്. പക്ഷെ എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ സ്ത്രീകളാണ് ഒരുപാട് പേരും പറഞ്ഞത് ഒരു മാന്യമായ വസ്ത്രമൊക്കെ ധരിച്ചുകൂടി, ഇങ്ങനെ ആണുങ്ങളെ കാണിക്കാനാണ് നടക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അത്രയും നെഗറ്റീവാണ്. കാണാതെ കിടക്കുന്നതാണ് പിന്നെ കുഴപ്പമില്ല. കാരണം ഈ പറയുന്ന സ്ത്രീകളുടെ ആണുങ്ങളുടെ ഒന്ന് ഫോണൊന്ന് പരിശോധിച്ച് നോക്കി അറിയാം. കണ്ട പോൺ സ്റ്റാർസിന്റെയും കണ്ട ഇതേപോലെയുള്ള പോൺ വീഡിയോസിന്റെയും പിന്നാലെ ആരാ പോവാത്തെന്നുള്ളത്. അങ്ങനെയുള്ള ആ ആണുങ്ങളെ പറ്റിയാണ്. കാരണം ആണുങ്ങളെ പറ്റി അവർ ആദ്യം അവരുടെ വീട്ടിലിരിക്കുന്ന ആണുങ്ങളെ തന്നെ അവരൊന്നും ആദ്യം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് കാരണം ഇതാ ഞാൻ പറഞ്ഞ പൊട്ടക്കുളത്തിലെ തവളുകൾ എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. അപ്പം സ്ലീവ്ലെസ്സും അല്ലെങ്കിൽ ഇതൊക്കെ കോമൺ ആയിട്ട് ഇപ്പം ആൾക്കാർ യൂസ് ചെയ്യുന്ന മുഴുവൻ ഈ ഇപ്പം ഇങ്ങനെ കിടക്കുന്ന ഈ സാധനം ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ടതല്ല. സാധാരണ ഇപ്പോഴത്തെ ഇതുപോലെ ഇങ്ങനെ ഇട്ടേക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ സാരിയുടെ സ്റ്റൈൽ അതാണ്. അപ്പൊ കാണാൻ എനിക്ക് ആ ഒരു ഷബ്ബി ഫിഗർ ആയതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ ഇരുന്നുണ്ട്. ഇപ്പൊ ഇത് മാത്രം നിങ്ങൾ കട്ട് ചെയ്തിട്ടാലും എനിക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. കാരണം അതിന്റെ അപ്പുറം ഞാൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്രയൊന്നും വലിയൊരു ഇതില്ല. ഇനിയിപ്പം ഇന്ന് തന്നെ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ പിൻ ചെയ്ത് വന്നതും ഇനിയിപ്പോൾ അത് കാണാൻ സിനിമ രാസ എന്ന് പറഞ്ഞാൽ സിനിമ അവിടെ എന്നുമില്ല, ജിപ്സാടെ വട മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അത് കാണാൻ ആൾക്കാരുണ്ട്. ഈ ഓരോ വീഡിയോസിൻ്റെയും അടിയിലെ ലൈക്കും അതിൻ്റെ കമൻസിൻ്റെ എണ്ണം നോക്കിയാലും അറിയാൻ പറ്റും. ഇവർക്ക് വേണ്ടത് ഇപ്പോൾ നെഗറ്റീവ് ഇതാണ് വേണ്ടത്, കമന്റ്സ് ആണ് വേണ്ടത്. ആ കമന്റ്സ് ഓരോരുത്തരുമായിട്ട് ഇവരറിയുന്നില്ല. ഇവർ ചെയ്തു കൊടുക്കുന്ന ഈ ചാനലുകാർക്കുള്ള റീച്ചാണ് അവർ ചെയ്തത്. ഓരോ കമന്റ്സ് കയറുന്നതിനനുസരിച്ച് അവരുടെ ചാനലിന്റെ ഈ വീഡിയോ പൊങ്ങി വരും, ഹൈലൈറ്റ് ആയിട്ട് വരും തോറും അവർക്ക് ഇതാ ചെയ്യുന്നത്. ഏത് ഇതെടുത്ത് നോക്കിയാലും ഈ സംഭവം കാണാനാണ് ആൾക്കാരുള്ളത് എന്നുകൊണ്ട് ചാനലുകാർ അത് എടുത്തിടും. ഇതുപോലെയുള്ള കാര്യങ്ങൾ ആരും മൈൻഡ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇത് പിന്നെ ഉണ്ടാവേയില്ല, ഇതാക്കില്ല. ഇവർ ശരിക്കും ചെയ്യുന്ന ഈ പൊട്ടക്കുളത്തിലെ തവളകൾ ചെയ്യുന്ന കാര്യം എന്താണ്? ഈ ചാനലുകാർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കും, അത്രേ അതിൽ സംഭവിക്കണം. അല്ല പെട്ടെന്നല്ല ഈ ഗ്ലാമറസ് ആയിട്ടുള്ള വേഷങ്ങൾ
നമ്മൾ ധരിക്കാനായിട്ട് തുടങ്ങിയത്? ബിൻഷയ്ക്ക് ജിപ്സാ ബീഗത്തിന് അറിയാത്തത് കൊണ്ടാണ് ഇപ്പോഴാണ് ഞാനൊന്ന് തുണി കൊടുക്കാൻ തുടങ്ങിയത് സത്യം പറഞ്ഞ. കാരണം ഞാൻ എയർ ഹോസ്റ്റസ് ആയിരുന്ന സമയത്ത് എന്റെ മിനി സ്കേർട്ട് എന്ന് പറയുന്നത് അല്ല, എയർ ഹോസ്റ്റസ് അങ്ങനത്തെ ഞാൻ മിനി സ്കേർട്ട് എന്റെ ഡ്രസ്സ് ഇത് പൊക്കി കാണിക്കാൻ ഇതേപോലെ പൊക്കി കാണിക്കാൻ വയ്യാന്നുണ്ട്. ഇത്രേ ഉള്ളൂ. ഒന്നാമത് എനിക്ക് 5'3" ഉള്ളൂ എന്റെ ഹൈറ്റ്. അതിന്റെ നെറ്റ് താഴത്തോട്ട് ആ സ്റ്റോക്കിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ കാലിന്റെ കാല് എന്ന് വെച്ചാൽ നമ്മളെ എത്രയാണോ നമ്മളുടെ കാല് അതിന്റെ ഡബിൾ ആയിട്ട് അതിന്റെ ഹൈലൈറ്റ് ഗ്ലാമറിൽ കാണിക്കുന്ന സാധനമാണ് സ്റ്റോക്കിങ്സ്. അല്ലെങ്കിൽ അത് ഡാർക്ക് ആയിരിക്കണം. ഇപ്പൊ സ്റ്റോക്കിങ്സ് എന്ന് പറയുന്ന സാധനം ഇത്രേ ഉണ്ടാവുള്ളൂ. എനിക്കൊരു മിനി സ്കേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത്രേ ഉണ്ടാവുള്ളൂ. കാരണം എന്റെ ഹൈറ്റിനനുസരിച്ച് ഞാൻ ഇത്രയൊക്കെയുള്ളത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മുട്ടിന്റെ അവിടെ എത്തിപ്പോകും. അതേ ഞാൻ ആ ഒരു ഡ്രസ്സിൽ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിപ്പോ അതുകൊണ്ടാണ് ഇതിപ്പോ ഞാൻ എന്താണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ഇപ്പോഴേ വന്നോളൂ. അതാണ് അതിന്റെ കാരണം. ജിപ്സാ ബീഗ് എന്ന് പറഞ്ഞിട്ടുള്ള ജിപ്സാ ബീഗ് ഇപ്പോഴാണ് ഒന്ന് തുണി കൊടുത്ത് കിടക്കാൻ തുടങ്ങിയത്. ജിപ്സാ ബീഗ് ഇപ്പോഴാണ് ശരിക്കും ആൾക്കാര് വിഷയമല്ല. അതെ, നമ്മൾ പ്രൊഫഷന് വേണ്ടി ആൾക്കാരെ കാണിച്ചിട്ട് ഞാൻ എല്ലാവരുടെ മുമ്പിൽ എന്റെ പ്രൊഫൈൽ കൊണ്ടുപോയിട്ടോ പ്രൊഫഷന് വേണ്ടി അങ്ങനെ ധരിക്കുന്നതും ഇപ്പൊ ആൾക്കാർ പറഞ്ഞത് കാണിക്കാൻ വേണ്ടി ധരിക്കുന്നതും അംബാനിയുടെ മക്കള് സ്ലീവ്ലെസ്സും ഇത് വെക്കണം. അവര് പ്രോസ്റ്റിറ്റ്യൂട്ടുകളായിട്ടാണോ? ആണോ? അതൊരിക്കലും ആയിട്ടാണോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. അവിടെ അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. ഹോളിവുഡും ടോളിവുഡും മുഴുവൻ ഇതാക്കുന്നുണ്ട്. എടോ, ഫാഷൻ എന്ന് പറയുന്നത് ഇപ്പൊ എന്റർടൈൻ ചാനലുകൾ കാണിക്കുന്നത് മുഴുവൻ ഇപ്പൊ ഓൺലൈൻ മീഡിയാസ് എന്ന് പറയുന്നത് എന്റർടൈൻ ചാനലാണ്. അതൊരിക്കലും ന്യൂസ് ചാനലുകളല്ല. അവരെന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റിന്റെ പിന്നാലെയാണ് അവർ പോകുന്നത്. അവരെന്ന് പറഞ്ഞാൽ കൂടുതലും ആർട്ടിസ്റ്റുകളുടെ പിന്നാലെ ആയിരിക്കും. ആർട്ടിസ്റ്റ് ആയാലും ശരി, അല്ലെങ്കിൽ ഫാഷൻ ഫീൽഡിൽ നിൽക്കുന്ന വെച്ചാൽ അതൊരു ഫാഷൻ ഇതിന്റെ ഇത് മാത്രമാണ്. അല്ലാതെ ഇപ്പം അവർ പറയണു അങ്ങനെ ആക്കുക ഇങ്ങനെ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് അവരുടെ വീട്ടിലെ മക്കളെ അവർ ഇതാക്കണം. അവരുടെ വീട്ടിലെ കുട്ടികളെ അവർ ഫാഷൻ ഫീൽഡിൽ വിടണ്ട. ഇപ്പൊ ഫാഷൻ ഡിസൈനർ ആയിട്ടുള്ളവർ അവരെന്ത് ഫാഷൻ എന്ന് പറഞ്ഞിട്ട് അവരൊരു FTV എല്ലാം കാണിക്കുന്നതാണോ ശരിക്കും ഫാഷൻ? നമ്മള് കാണിച്ചിട്ടുള്ള ഒരു ഡ്രസ്സ് ഇടുന്നത് ഏതാണോ ഒരു ഡ്രസ്സിൽ എന്താണോ ഇതാവുന്നത്. ഇപ്പൊ സാരി ഉടുക്കുമ്പോൾ സാരിയുടെ ലെവൽ ഉടുക്കുമ്പോൾ സാരി എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവരും ഇങ്ങ അറ്റമറ്റ് കയറ്റി വെച്ചിട്ട് ഇവിടെ വെച്ച് അത് മാത്രമല്ല സാരി എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഒരു കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ രേണു സുധി പറഞ്ഞാൽ അത് എൻ്റെ വയറ് നല്ല കാണാൻ ഭംഗിയുണ്ട് കണ്ടോട്ട്. കാരണം അത് അവരുടെ കോൺഫിഡൻ്റ് ആണ്. അവർക്ക് പറയുന്നത് അവരുടെ ബോഡി കാണാൻ ഭംഗിയുണ്ടെന്ന് അവർക്ക് തോന്നുന്നത് അത് അവരുടെ കോൺഫിഡൻ്റ് ആണ്. ഇന്ന് ഇപ്പൊ എല്ലാ പ്രൊഫഷനെയും പോലെ ഒരു പ്രൊഫഷൻ മാത്രമാണ് മോഡലിങ്ങും ഫിലിമും അതേപോലെ തന്നെ ഫാഷൻ ഫീൽഡ് എന്ന് പറയുന്നത്. ഞാനൊരു നാട്ടുമ്പുറത്തുനിന്ന് വരുന്ന ഒരാളാണ്. ഞാനും നാട്ടുമ്പുറമാണ്. എന്റെ നാട്ടിലേക്ക് പറഞ്ഞാൽ ഇപ്പൊ സാരി എല്ലാരും പറയുന്ന ഒരു മാന്യമായ വേഷമാണ് സാരി. പക്ഷെ ഇന്ന് സാരിയാണ് ഏറ്റവും മാന്യമല്ലാത്ത വേഷം എന്ന് ഞാൻ പറയും. കാരണം സാരി ഉടുത്ത് പെണ്ണുങ്ങൾ കാണിക്കുന്ന ഈ മാന്യതയുടെ അതിർവരമ്പ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മാന്യത എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ആദ്യം പറയും. നമ്മൾ കാണിക്കാത്തത് നമ്മൾ കാണിക്കാൻ പറ്റാത്തത് എന്താ കാണിക്കാൻ പറ്റാത്തത്? ഇപ്പൊ ന്യൂഡ് ആർട്ട് ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ആ പ്രൊഫഷൻ്റെതായിട്ടുള്ള രീതിക്ക് വിടുക. ഓരോന്നിനും അതിൻ്റെതായിട്ട് യൂണിഫോം ഉള്ളത് കണക്ക് അത് അതിന്റെ ഫാഷൻ എന്ന് പറഞ്ഞ ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ഏതാണോ അവരുടെ പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റിനെ അവർ ഏത് പ്രോഡക്റ്റ് ആണോ ആ പ്രോഡക്റ്റിനെ അവർ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വേറൊരു ഒബ്ജക്റ്റ് മാത്രമാണ് മോഡൽ എന്ന് പറയുന്നത്. ഇപ്പം പലരും പല ഇതിൽ വരുമ്പോഴത്തേക്കും പല ആൾക്കാരുടെ കൊളാബായിരിക്കും, പല ആൾക്കാർ കൊടുക്കുന്നതായിരിക്കും. അവരുടെ ഇപ്പം ചാനൽ നിങ്ങൾ ഇതിന്റെ ടെക്സ്റ്റൈൽസിന്റെ പരസ്യം കാണാറില്ലേ? അതിൽ എത്ര ഉണ്ടാവും? അതൊക്കെ അപ്പൊ ആ ഫീൽഡിന്റെ വഴിക്ക് വിടുക. അല്ല എല്ലാത്തിലും കേറിയിട്ട് കുറിച്ച് അറിയില്ലെങ്കിൽ നമ്മൾ അതിനെ കുറിച്ചിട്ട് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷെ ഞാനതല്ല എല്ലാരും പറയുന്നത് സാരി എന്ന് പറയുന്നത് തോന്നിയവാസം കാണിക്കാനുള്ള ഡ്രസ്സാണോ? കാരണം എല്ലാരും അങ്ങ് ഇവിടം വരെ കാണിക്കും, നമ്മളെന്തിനാ അവരെ പിന്നാലെ പോകുന്നത്? അവർ നമ്മളുമായിട്ട് യാതൊരു ബന്ധമല്ല, മുൻപരിചയമില്ല, അവരുമായിട്ട് യാതൊരു അറിവില്ല, അവരാരാണ് എന്താണെന്ന് അറിയാം. ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരുടെ അങ്ങനെയാണെങ്കിൽ ഫോറിനേഴ്സ് മുഴുവൻ പിന്നെ ഇതാണോ മോശക്കാരാണോ? അവരൊന്ന് പിക്നിക്കിട്ടൊന്നും ആരും ഇതാക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാ? എന്നാൽ വിവരം അറിയും അതുകൊണ്ട്. അപ്പം മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതാക്കുന്ന സമയത്ത് നമുക്ക് പറ്റിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രോൾ ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. അല്ലെങ്കിൽ അത് ഇപ്പം അൺഫോളോ ചെയ്യുക അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അത് ചെയ്യാതെ അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കുരു അവിടെ നിന്ന് പൊട്ടിക്കുകയാണ്. അതിന് മറ്റുള്ളവരാരും ഇതല്ല. ഇപ്പം ഇവിടെ ഈ ഇട്ടാവട്ടത്തെ ഈ കുറച്ച് മലയാളികൾ എന്ന് പറയുന്നത് ഏത് മലയാളികളാണ്? ഇപ്പം ഒരു 90% ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 100% എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 60% പേര് ഇപ്പോൾ സിറ്റികൾ വന്നോട്ടെ, അല്ലെങ്കിൽ ഇപ്പം നാട്ടുമ്പുറം എന്ന് പറഞ്ഞാൽ ഒരു 10 വർഷത്തിന് മുമ്പുള്ള നാട്ടുമ്പുറമാണോ ഇയാളുടെ നാട്ടുമ്പുറം? മാന്യമായിട്ടുള്ള ഒരു വസ്ത്രം ധരിച്ചിരുന്നെങ്കിൽ ആൾക്കാർ എന്നെ ഇങ്ങനെ നെഗറ്റീവ് പറയില്ലായിരുന്നു. എങ്ങനെ നെഗറ്റീവ് എന്ന്? ഈ ഇതുപോലെയുള്ള ഏതെങ്കിലും ലോക്കൽസിന്റെ ജഡ്ജ്മെന്റിനനുസരിച്ചല്ല ഞാൻ ജീവിക്കുന്നത്. അവരല്ല എന്നെ വിലയിരുത്തുന്നത്. ഞാനെന്ന് പറയുന്ന വ്യക്തി, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത, ഞാൻ ചെയ്ത വർക്കുകൾ, ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ നന്മകൾ, ഞാൻ എന്തൊക്കെ പ്രവർത്തി, അതാണ് ഞാനെന്ന് പറയുന്ന വ്യക്തി. അല്ലാതെ എവിടെയോ ഇരിക്കുന്ന ആൾക്കാർ എൻ്റെ ഇപ്പോൾ ഈ ക്ലീവേജ് എന്ന് വെച്ചാൽ മുലയുടെ ഇടവ്, അതാണ് ഈ ക്ലീവേജ് എന്ന് പറയുന്ന സാധനം. അല്ലേ നേരത്തെ പോലെ മാറിപ്പോണ്ട. നേവലി എന്ന് പറയുന്നത് വെച്ചാൽ പൊക്കിളിനെയാണ് നേവൽ എന്ന് പറയുന്നത്. ഈ സാധനത്തിന്റെ അളവും ഇതും അതിന്റെ എവിടെയൊക്കെയാണ് എന്തൊക്കെ കാണുന്നത് എന്നനുസരിച്ചിട്ടല്ല എന്നെ വിലയിരുത്തുന്നത്. അങ്ങനെ വിലയിരുത്തുന്ന കുറേ ഒരു 10% താഴെയുള്ള ആൾക്കാരാണ് അത്.
അവർ എന്നും അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ ഇരുന്നിട്ട് അങ്ങനെ പറഞ്ഞു തന്നെ അവിടെ ഇരുന്നങ്ങ് ചാവേ ഉള്ളൂ. അവരെ നോക്കി ജീവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്ന് നെഗറ്റീവ് ഒരു ചെവിയിലൂടെ കേട്ട് ഞാൻ അതിന്റെ പിന്നാലെ പോവാറില്ല. ഞാൻ അങ്ങനെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കേ ഉള്ളൂ. എനിക്ക് ഓരോരോ കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ട്, എനിക്ക് എന്റെ ജീവിതമുണ്ട്, എനിക്ക് എന്റെ ബാക്കി കാര്യങ്ങളുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഒരു പോസ്റ്റോ അല്ലെങ്കിൽ ഒരു ഇതോ ഞാൻ ആരുടെ മുന്നിൽ അതുമായിട്ട് പോകുന്നില്ല. ഞാൻ അവിടെ നിന്ന് കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് നടന്നു വരുന്ന സമയത്ത് ഈ ഓൺലൈൻ ചാനൽസ് എടുത്ത ഒരു 5 മിനിറ്റിന്റെ വീഡിയോ ആണ് ലോകം മുഴുവൻ. അത് വരെ ഉണ്ട്. അവർ 2-3 മണിക്കൂർ നടന്ന ഫംഗ്ഷൻ സൂം ചെയ്തെടുത്ത് ഇതാക്കി. അല്ലാതെ അവിടെ അത് എന്റെ മക്കൾ കാണാൻ ഭംഗിയുള്ളതുകൊണ്ടാണല്ലോ അവരെടുത്തത്. അത്രയും പേര് വന്നിട്ടുണ്ട്. അവർ എത്രയും പേരുടെ നേവൽ കണ്ടിരുന്നു. അതിൽ നായികയായിട്ട് അഭിനയിക്കാൻ വന്ന കുട്ടി സ്ലീവ്ലെസ് ആണ് ഇട്ടിരുന്നത്. അവള് 1 സൈഡായിട്ട് ഇട്ടിരുന്നു. അത് ഫുള്ള് നിഴലടിക്കുന്നുണ്ട്. അതൊന്നും കണ്ടില്ലല്ലോ. അപ്പൊ ആ നേവൽ ഫലമുള്ള വൃക്ഷത്തിലെ അപ്പൊ ആ ആകർഷണം തോന്നുന്ന നേവൽ ആയതുകൊണ്ടാണ് അത്രയും ആൾക്കാർ അത് ഏറ്റെടുത്തേന്നാണോ പറഞ്ഞത്? എന്താണ് ആയിരിക്കാം. എന്റെ വയറ് നല്ലതായത് കൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞ് സ്ഥാപിക്കാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ അത് സ്ഥാപിച്ചോളൂ. അതിന് ഞാൻ വിപരീതം പറയാൻ വരുന്നില്ല. ഓപ്പോസിറ്റ് ഞാനിത് പറയാൻ വരണ്ട. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞ് സ്ഥാപിക്കാൻ ഇഷ്ടമെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞോളൂ. അതിൽ നിങ്ങൾക്ക് ഓർഗാസം കിട്ടുമെങ്കിൽ അവർ ചെയ്തോട്ടെ, അത്രേ ഉള്ളൂ. അതിലപ്പുറം അതിനൊന്നും കുറിച്ചിട്ട് യാതൊരു വിധത്തിലും. കാരണം ഇങ്ങനെയുള്ള കാര്യത്തിൽ ഗോസിപ്സിന്റെ പിന്നാലെ ഗോസിപ്പ് മീൻസ് ഞാനിപ്പോൾ കണ്ടോമാരുടെ കൂടെ പോയിട്ട് ഇന്നൊരുത്ത് നാളെ ഒരുത്തം പറഞ്ഞപ്പോൾ പാർവതി പറഞ്ഞു ഞാൻ ഡേറ്റിംഗ് ആപ്പിലുണ്ട്, ഞാൻ അതിലുണ്ട് ഇതിലുണ്ടെന്ന്. അപ്പോൾ അത് ഓരോരുത്തരും ഇഷ്ടമാണ്. അതേപോലെ ഡേറ്റിംഗ് ആപ്പിലൊന്നുമില്ലേ? ഞാൻ ഡേറ്റിംഗ് ആപ്പിലൊന്നുമില്ല. എനിക്കിപ്പോൾ 10,000 എൻ്റെ ഫ്രണ്ട്സിന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എനിക്ക് മിണ്ടാൻ സമയമില്ല. പിന്നെയാണ് ഡേറ്റിംഗ് ആപ്പ്. അങ്ങനെ ഇപ്പൊ ഡിവോഴ്സ് ആണെന്ന് പറഞ്ഞു പ്രണയമൊക്കെ വരുന്നുണ്ടോ? ഇങ്ങനെ ആലോചന, കല്യാണ ആലോചന, ഈ പ്രണയ അഭ്യർത്ഥനയൊക്കെ വരുന്നുണ്ടോ? അത് വരാതിരിക്കില്ലല്ലോ, സ്വാഭാവികമല്ലേ. അപ്പൊ എന്ത് കണ്ടിട്ടാ വരുന്നത്? ഈ അഭിനയം ഇത് കണ്ടിട്ടാണോ അല്ലെങ്കിൽ ഈ എന്താ അല്ല ഞാനത് അങ്ങോട്ട് ചോദിക്കുന്ന കാര്യമാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ പ്രിഫർ ചെയ്യുന്നത്? അതല്ല, നടിയായത് കൊണ്ടാണോ അല്ലെങ്കിൽ പണം കയ്യിലുള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ നമ്മുടെ പണം ഉണ്ടെന്ന് ആരാ പറഞ്ഞു? സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത ഒരാളല്ലേ, വെച്ചിട്ട് പണം ഉണ്ടാവണോ? ഞാൻ പറഞ്ഞല്ലോ അത് എങ്ങനെയാണ് ഞാൻ ഇതാക്കിയെന്നൊക്കെ. അപ്പൊ സിനിമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വെച്ചിട്ട് പൈസ ഞാനില്ല. സത്യം പറയല്ലോ, എനിക്ക് സത്യം പറഞ്ഞൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചവിട്ടി ചോദിക്കുന്നത്. എന്താ വെച്ചാൽ എന്നെ ഇങ്ങോട്ട് എന്തെങ്കിലും ആവശ്യമില്ല. താനൊരു ഇന്റർവ്യൂ അപ്പൊ തനിക്ക് എന്തൊക്കെ ചോദിക്കാണ്ട് അതൊക്കെ താൻ ചോദിച്ചോ. അപ്പൊ അന്നാ ഞാൻ ബഹുമാനത്തോടു കൂടി ചോദിച്ചോ. അപ്പൊ ആണുങ്ങൾ വരുന്നത് പല ഉദ്ദേശവും ഉണ്ടാവും. ഈ പ്രണയ അഭ്യർത്ഥനയായിട്ട് വരുന്നത് ഞാൻ പലരൊന്നും അല്ലല്ലോ, ഞാൻ പൊട്ടിയല്ലോ. പലരും ഇങ്ങനെ അബദ്ധത്തിൽ ചെന്ന് വീഴാറുണ്ട്. എന്ന് വെച്ചാൽ പെട്ടെന്ന് യൂസ് ആക്കിയിട്ട് പെണ്ണുങ്ങൾ ഉപേക്ഷിക്കുക, അങ്ങനെയുള്ള ഒരുപാട് ആൺപിള്ളേരുള്ള ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ജിപ്സ ബീഗം എന്ന് പറയുന്ന ഒരു നടിയുടെ അടുത്ത് എന്ത് ഉദ്ദേശത്തിലാണ് ആണുങ്ങൾ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ഞാൻ ജിപ്സ ബീഗം എന്നുള്ള ഒരു നടി എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ആക്ട്രസ് എന്ന് പറയാനല്ലോ, ഞാനൊരു ബിസിനസ് എന്റർപ്രണർ എന്ന് പറയാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ അങ്ങനെ നാളെ ഒരു സമയത്ത് അത്രയും നല്ല മൂവീസൊക്കെ ചെയ്ത് ഒരു ആക്ട്രസ് എന്ന് പറയുന്ന ലെവലിലോട്ട് വന്നാൽ എനിക്ക് അത്രയും സന്തോഷം. അപ്പോൾ അതിലുപരി എന്നെ അറിയുന്ന എൻ്റെ ഫ്രണ്ട്സുകളുടെ ഇടയിൽ ഞാൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ്, ഒരു സംരംഭകയാണ് എന്നെ സംഭവിച്ചിടത്തോളം എൻ്റെ ഫ്രണ്ട്സ് അറിയുന്നത്. പിന്നെ ഞാനെന്ന് പറയുന്ന, കാരണം അതുകൊണ്ട് പിന്നെ അഭിനയിച്ച സംഭവങ്ങൾ കണ്ടിട്ട് എൻ്റെ പിന്നാലെ വരാൻ ആർക്കുന്നില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു മുരിങ്ങാക്കോലിലോ ഒരു ഈർക്കിലോ തുണി വെച്ച് വെച്ചാലും പോകുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ നമ്മളെ ഒരാൾ മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 90% നമ്മളുടെ തെറ്റാണ്. ഒരാൾ മിസ്യൂസ് ചെയ്യപ്പെടാൻ നമ്മൾ നിന്ന് കൊടുക്കാതെ ഒരാൾ നമ്മളെ മിസ്യൂസ് ചെയ്യില്ല. അത് ഏതെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ ഒരാൾ നമ്മളുടെ വീക്ക്നെസ് കയറി പിടിച്ചിട്ട് നമ്മളുടെ ഇതിലോട്ട്. അപ്പം ഒരാൾ നമ്മളെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു സാഹചര്യം അവിടെ ഒരുക്കി കൊടുത്തിട്ടാണ് ഇല്ലേ. അപ്പം നമ്മളുടെ തന്നെയാണ് നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ മൈനസ് കൊണ്ടാണ് ഒരാൾ നമ്മൾ ഇതാക്കുന്നത്. ഇപ്പോൾ ഒരാളിപ്പോൾ എനിക്കിപ്പോൾ മാട്രിമോണി വീട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആലോചന വന്നിരുന്നു. ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ ഫസ്റ്റ് ചോദിക്കുന്നതാണ്, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ പ്രിഫർ ചെയ്തു? എൻ്റെ എന്ത് കണ്ടിട്ട്? നിങ്ങളുടെ ആക്ട്രസ് എന്ന് പറയുന്നത് ഒരു പെണ്ണിൻ്റെ ക്വാളിറ്റി അല്ല, അതൊരു പ്രൊഫഷൻ മാത്രമാണ്. ഒരു പെണ്ണിൻ്റെ ആണെങ്കിൽ ആണിൻ്റെ ആണെങ്കിൽ നമ്മൾ ഒരാളുടെ കൂട്ടുകൂടുമ്പോൾ ഒരാൾ കല്യാണം എന്ന് പറയുന്ന ഒരു 1-2 ദിവസത്തേക്കുള്ളതല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കാരണങ്ങൾ എന്തെങ്കിലും പൊരുത്തപ്പെടാൻ പറ്റാതെ കൊണ്ട് ഡിവോഴ്സ് ആവുന്ന കേസുകളാണെങ്കിലും, പക്ഷേ കല്യാണം എന്ന് പറയുന്നത് നമ്മൾ ഡിവോഴ്സ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല, മരണം വരെ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ചെയ്യേണ്ട മാനസിക പൊരുത്തമാണ് വേണ്ടത്. അപ്പോൾ രണ്ടുപേരുടെ ക്വാളിറ്റികളും ഡിസ്ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അത് വേണം മനസ്സിലാക്കേണ്ട. അല്ലാതെ ഒരു ആക്ട്രസ് ആണെന്നോ ഒരു ഡോക്ടർ ആണെന്നോ ഒരു എഞ്ചിനീയർ ആണെന്നോ വെച്ചിട്ടല്ല നമ്മളൊരാളെ ചൂസ് ചെയ്യേണ്ടത്. അപ്പം എനിക്ക് എൻ്റെ സ്വഭാവത്തിനും എൻ്റെ ഇതിനും എനിക്ക് ആയിട്ടുള്ള ഒരാളെ എനിക്ക് എപ്പോഴാണോ കിട്ടുന്നത് അപ്പോഴത്തേക്കും ഞാനിതാക്കും. പിന്നെ 40-49 വയസ്സൊന്നും ആയിപ്പോയില്ലല്ലോ. അല്ല ഇപ്പൊ ശരിക്കും എത്ര വയസ്സായി? അത് വേണ്ട, എന്നിട്ട് ഈ ചേച്ചി വിളിച്ചോണ്ടിരിക്കണ വേണ്ട. അപ്പൊ ചേച്ചിന്ന് വിളിക്കുന്നത് അപ്പൊ ചിലപ്പോ വയസ്സില് മൂത്തയാളായിരിക്കും ചിലപ്പോ ചേച്ചിന്ന് വിളിക്കുക. അപ്പൊ അതൊരു ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഇതായില്ല. കാരണം എന്ന് വെച്ചാൽ ഒരാൾക്ക് കൊടുക്കുന്ന റെസ്പെക്ട് ആണ്.
കാരണം ഇപ്പോൾ ഒരാൾ നമ്മളെക്കാട്ടിയും പ്രായം കൂടിയ ഒരാൾ നമ്മളെ ചേച്ചി എന്ന് വിളിക്കണം അല്ലെങ്കിൽ ഇതാക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ 19 വയസ്സിലും 20 വയസ്സിലൊക്കെ എനിക്ക് കമ്പനി ഉണ്ടായ സമയത്ത് 45 വയസ്സുള്ളവർ എന്നെ ഇത്താന്ന് വിളിച്ചത് അവർ ആരോടൊക്കെ മാഡം എന്ന് വിളിക്കും, പിന്നെ ഇത്താന്ന് വിളിക്കും. കാരണം അവർ മാഡം എന്ന് വിളിച്ചാൽ ഇത്താന്ന് വിളിച്ചാൽ കാരണം എന്നോട് എനിക്ക് തരുന്ന റെസ്പെക്റ്റ് ആണത്. ചേച്ചി എന്നാ ഇത്താന്നാ വിളിക്കുന്നത്, അല്ലാതെ നമ്മളെ അപമാനിക്കാനോ ഇപ്പൊ അപമാനിച്ചുകൊണ്ട് വിളിക്കുന്ന കണക്ക് അമ്മായിന്നോ ആന്റിന്നൊക്കെ വിളിക്കും. അപ്പൊ ഞാൻ അതിന് റെസ്പെക്ട് ആയിട്ടാണ് ചീത്ത മറ്റേ മോളെ നല്ലല്ലോ വിളിക്കുന്നത്. അതൊരു ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു വേർഡ് തന്നെയല്ലേ, ഞാൻ അത്രേ അതിനെ കണക്കാക്കുന്നുള്ളൂ. കാരണം ഒരു കണക്കിന് എടി പൊടി എന്ന് വിളിക്കണേക്കാട്ടിയും നല്ല ചേച്ചി എന്ന് വിളിക്കണേ ഞാൻ ആരെയാണെങ്കിലും, അല്ലെങ്കിൽ അവരുടെ പേര് വിളിക്കുന്നത്. ഇപ്പൊ മാട്രിമോണിയിൽ ഉണ്ടോ ഇപ്പൊ? ഇല്ല, അപ്പൊ ഞാൻ 2017 എന്റെ വീട്ടുകാർ ഇട്ടിരുന്നു, റിമൂവ് ആക്കി. അറിയില്ല, ഞാൻ നോക്കാറില്ല, ഞാൻ നോക്കിയിട്ടില്ല. ശരിക്കും ഞാൻ അതിൽ പേയ്മെന്റ് രജിസ്ട്രേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കുടുംബ ബന്ധത്തിന്റെ ഒരു തകർച്ചയുണ്ടല്ലോ, അത് ജീവിതത്തെ ഭയങ്കരമായിട്ട് ബാധിച്ചിരുന്നു. അല്ല, കുടുംബ ബന്ധം എന്ന് പറയുന്നത് ഒരാളുടെ കയ്യിൽ ഒരു പെണ്ണിനെ ഒരു വീട്ടിൽ വേറൊരു കുടുംബത്തിലോട്ട് കെട്ടിച്ചു വിടുന്നത് ഒരു വീട്ടുകാരുടെ അത്രയും നാളത്തെ സമ്പാദ്യം ഉണ്ടാവും, അവരുടെ എഫേർട്ട് ഉണ്ടാവും. ഏതൊരു പെൺകുട്ടി, ഇപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനെയാണെങ്കിൽ ശരി, അവരെ ഒരു രാജകുമാരിയെ പോലെ വളർത്തിയിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പം ഒരു പരിധി വരെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന് എന്തെങ്കിലും ഇതായി പോയാൽ അത് അവരുടെ ആ ഒരു വ്യക്തിയെ മാത്രമല്ല ആ കുടുംബത്തിന്റെ മൊത്തത്തിൽ എല്ലാവരെയും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ പെണ്ണിന്റെ വീട്ടുകാരെയും കൊണ്ട് അനുഭവിക്കുന്ന ഒരുപാട് ആണുങ്ങളുണ്ട് ഈ ലോകത്ത്. അതുകൊണ്ട് നമ്മൾ ജനറലൈസ് ഒരു കാര്യത്തെയും പറയാൻ പറ്റില്ല. കാരണം സമൂഹത്തിനെ മാത്രം ആലോചിച്ചിട്ടും അല്ലെങ്കിൽ അവരുടെ ഡിഗ്നിറ്റിയെ മാത്രം ആലോചിച്ചിട്ട് ഡിവോഴ്സ് ചെയ്യാതെ ജീവൻ തള്ളി നീക്കുന്ന ഒരുപാട് ആണുങ്ങളുണ്ട്. അതുകൊണ്ട് ഒരാളെയും ജനറലൈസ് ചെയ്ത് പറയുന്നില്ല. പക്ഷേ ഇപ്പം എൻ്റെ കാര്യത്തിൽ എനിക്കിപ്പോൾ എൻ്റെ കാര്യം പറയാമല്ലോ. അപ്പോൾ എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇതാകുമ്പോൾ ആ കുടുംബത്തിനെയും കൂടെ അത് ബാധിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയുടെ എപ്പോഴും എൻ്റെ ഫാമിലിക്ക് ഞാനൊരു ഇത് കൊടുക്കുന്ന ഒരാളാണ്. ഫാമിലിയുടെ റെപ്യൂട്ടേഷൻ നോക്കും, അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളും ഇപ്പം എൻ്റെ ഫാദറിൻ്റെ മകൻ്റെ എല്ലാവരും കാര്യം നോക്കിയിട്ട് മാക്സിമം എവിടെയും ഞാനൊരു ഇത് നിൽക്കുന്നെങ്കിൽ ഒരു ക്ഷമയുടെ നെല്ലി പലക വരെ ഞാൻ അവിടെ നിൽക്കാറുണ്ട് എന്ത് കാര്യത്തിന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് കാര്യമൊക്കെ പറയണമെങ്കിൽ ഒരുപാട് മകളാണ്. മകൾക്ക് എത്ര വയസ്സായി? മകൾക്ക് മോളിപ്പം ഹൈസ്കൂളിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മോളെ ഇപ്പം ഞാനൊരു കുഞ്ഞിലേക്ക് എപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ എല്ലാ സ്ഥലത്തും ഇതാക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലഘട്ടത്തെ നല്ലതല്ലാത്തത് കൊണ്ടും, കാരണം ഇതേപോലെ വിവരമില്ലാത്ത വിവരദോഷികളുടെ മുമ്പിലോട്ട് അവളെ എറിഞ്ഞു കൊടുക്കാനും പിച്ചിരുന്നത് ഞാൻ അങ്ങനെ വിട്ടു കൊടുക്കാറില്ലാത്തതുകൊണ്ട് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അവൾ ഹൈസ്കൂളിലോട്ട് ആയതിന് ശേഷം തൊട്ട് ഞാൻ അവളെ കൂടുതൽ ഞാൻ ചാനലുകളുടെ മുമ്പിലോ അല്ലെങ്കിൽ FBയിലോ സോഷ്യൽ മീഡിയകളിലോ ഒന്നും ഞാൻ അവളെ അങ്ങോട്ട് കൂടുതൽ ഇതാക്കാറില്ല. കാരണം അവളുടെ പ്രൈവസി അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അവൾക്ക് എന്നുള്ളൊരു കാരണം കൊണ്ട് ഞാൻ അങ്ങനെ കൂടുതൽ അവളെ ബാക്കി എല്ലാ സ്ഥലത്തും എപ്പോഴും എൻ്റെ കൂടെ അവളിപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കണമെങ്കിൽ എൻ്റെ കൂടെ അവളും ഉണ്ടാവുമായിരുന്നു. അതുകൊണ്ടാണ് മോളുടെ ഫോട്ടോസ് പങ്കുവെക്കാൻ. ഇപ്പൊ ഞാൻ അങ്ങനെ കൂടുതൽ ആക്കാത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ അവള് വളർന്നു വരുന്ന ഒരു കുട്ടിയാണ്. അവൾ കുറച്ചുകൂടെ കഴിയട്ടെ, അവളൊന്ന് മെച്ചൂർഡ് ആവട്ടെ, എന്നിട്ട് അതിനുശേഷം അവൾ അവളുടേതായിട്ട് ഇതായിക്കോട്ടെ. ഇപ്പൊ നമ്മൾ വെറുതെ കാരണം പല ആൾക്കാരുടെയും ഇപ്പം മറ്റേ എന്താണ് നിത്യദാസ് എന്നല്ല, മറ്റേ അമ്മയും മോളും ഒരുമിച്ച് ഇതാക്കുന്ന അപ്പൊ അത് പിന്നെ ഒരുപാട് പേരുടേത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം പെൺകുട്ടി അവരുടെ ഒപ്പത്തുന്ന പെൺകുട്ടികളുടെ പുള്ളിക്കാരിക്ക് ഒരു 19 വയസ്സുണ്ടെങ്കിലും പറയാം. അപ്പൊ വെച്ചിട്ട് പല രീതിയിൽ പല വൃത്തിയായിട്ട കമന്റ്സ് കാണുമ്പോൾ ഒരു അമ്മ എന്നുള്ള രീതിയിൽ എനിക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. അമ്മയുടെ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ എന്ത് കമന്റ്സ്, അവൾക്ക് ഓരോന്നിനും എന്നെക്കാട്ടിയും കൃത്യമായിട്ടുള്ള മറുപടിയും നിലപാടും ഉണ്ട്. കാരണം അവളെ ഞാൻ കാരണം നെഗറ്റീവ് എന്നല്ല. അപ്പൊ ഞാനിപ്പോ നേരെന്ന് പറഞ്ഞ മൂവി കാണാൻ പോയപ്പോഴത്തേക്കും ഞാൻ ഷോർട്സ് ഞാൻ എൻ്റെ കർട്ടൺ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തിട്ട് മേടിക്കാൻ പോയിട്ട് അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന സമയം ഞാൻ ഇനിയിപ്പോൾ കുറേ സമയം ബാക്കിയുണ്ട്, നമുക്ക് വീട്ടിൽ നേരെന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഇതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പൊന്നു നമുക്ക് പോയി വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് തന്നപ്പോൾ നോക്കി കവിത തിയേറ്ററിലാണ് കിട്ടിയത്, മോളൊന്നും അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വീട്ടിൽ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞു. അമ്മ എന്തിനാ ഡ്രസ്സ് മാറ്റണേ, మీకు കംഫർട്ടബിൾ ഇല്ലേ? ഞാൻ പറഞ്ഞു കംഫർട്ടബിൾ ആണ്, ഇരിക്കാൻ പറ്റുന്നില്ല, ഞാൻ പറ്റുന്നുണ്ട്, നടക്കാൻ പറ്റുന്നില്ല, ഞാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്തിനാ പോയി ഞാൻ പറഞ്ഞു അല്ല പൊന്നും ലുലു മോളോ ബ്രോ മോളോ പോലെ അല്ലല്ലോ കവിത എന്ന് പറയുമ്പോൾ ഒരുപാട് ഫാമിലീസിൽ കുറച്ചുകൂടി ഒരു ഇതായിട്ടുള്ള ആൾക്കാരും വരണയാണ്. അതുകൊണ്ട് ഇതിനെ ഇപ്പോൾ മാറ്റാൻ പോകേണ്ട ആവശ്യം എന്താണ്? ഉമ്മയ്ക്ക് ഇരിക്കാൻ കംഫർട്ടബിൾ ആണോ, ഉമ്മയ്ക്ക് നിൽക്കാൻ കംഫർട്ടബിൾ ആണോ, നടക്കാൻ കംഫർട്ടബിൾ ആണോ? പിന്നെ അതാണ് ഉമ്മ നോക്കേണ്ട ആവശ്യം, അല്ലാതെ മറ്റുള്ളവർ ആരെങ്കിലും വരുന്നുണ്ട് ഇതാക്കണമെന്നല്ല ഉമ്മ നോക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അവൾ പഠിച്ചത് ഗ്രേസ് ഇന്റർനാഷണൽ സ്കൂൾ, അവൾ പഠിച്ചതെല്ലാം ഇന്റർനാഷണൽ സ്കൂളുകളിലാണ്. അപ്പം അതുകൊണ്ട് അവളുടെ യൂണിഫോം പോലും മിനി സ്കേർട്ടാണ്. അവിടെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് അവളുടെ ടീച്ചേഴ്സ്. ഇപ്പോൾ പലരും പറയും കുട്ടിയെ കുറിച്ചൊക്കെ ഓരോന്ന് പറയുമ്പോഴത്തേക്കും ഇത് എൻ്റെ മകളുടെ മുമ്പിൽ നിന്നിട്ട് ഡയറക്റ്റ് ഇതുപോലെ ഒന്ന് ചോദിച്ചു നോക്കണം. അവൾക്ക് പറ്റില്ലെങ്കിൽ ഏണിയിട്ടെങ്കിലും കയറി അവൾ കവാലത്തിനടിക്കും. കാരണം ആ ലെവലിൽ അവള് കാരണം അത്രയും ബോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്രയായാലും എൻ്റെ സ്കൂൾ ടൈം എന്ന് പറയുമ്പോൾ ഒരു 20-25 വർഷം ബാക്കിലോട്ടാണ്. പക്ഷെ അവൾ ഇന്നത്തെ സ്കൂൾ കഴിഞ്ഞ് വരുന്ന കുട്ടിയാണ്. അതുകൊണ്ട് അവൾ ഇന്നത്തെ കാലഘട്ടം അവളെ നന്നായിട്ട് അവളെ ഇത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ലോകം എന്തെന്നും ആൾക്കാരെന്തെന്നും നമ്മളെക്കാട്ടിയും കൂടുതൽ മനസ്സിലാക്കിയും അറിഞ്ഞും ജീവിച്ചു വരുന്ന കുട്ടികളാണ്. അവളുടെ സ്കൂളിൽ അവളുടെ ടീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഗോവൻസും റഷ്യൻസും പല രാജ്യത്തിലുള്ള ടീച്ചേഴ്സാണ്. അവരൊക്കെ യൂസ് ചെയ്യുന്നത് അവരുടെ ഹോസ്റ്റലിൽ അവർ യൂസ് ചെയ്യുന്നത് മിനി സ്കേർട്ടാണ്, ട്രൗസേഴ്സാണ്, സ്ലീവ്ലെസ് ആണ്, സ്ലിപ്സ് ആണ് ഒക്കെയാണ് അവർ
യൂസ് ചെയ്യുന്നത് പുറത്ത് പോകുമ്പോഴൊക്കെ. കാരണം അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അതൊന്നും ഒരു പുത്തരിയുള്ള കാര്യമില്ല. അപ്പം ഈ അമ്മ ഏത് ധരിച്ചാലും മോൾ കംഫർട്ടാണ്. കാരണം അവള് ജനിച്ചപ്പോൾ തൊട്ടേ എന്നെ കാണുന്ന കുട്ടിയാണ്. അല്ല ഇന്നലത്തെ ഇതിൽ കാണുന്നില്ല. ഞാൻ ഇന്നലെ തൊട്ട് ഇന്ന് ഞാൻ ഒരു പർദ്ദ ഇട്ടുകൊണ്ട് നടന്നിട്ട് ഇന്നിപ്പോൾ ഞാൻ ഒരു മിനി സ്കർട്ട് ഇട്ട് നടക്കുന്ന ഒരാളല്ല. ഞാൻ എങ്ങനെയാണോ ഞാൻ പഠിച്ച സ്കൂളിൽ ഞാൻ SN UPS പരുത്തിയിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ചിതറ ഞാൻ അവിടെ പഠിക്കുന്ന സമയത്തും അന്ന് എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർക്ക് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കറിയാം. അന്നും എൻ്റെ ഡ്രസ് കോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യൂണിഫോം പോലും ഞാൻ എൻ്റെ അരപ്പാവടെ ഇരുന്നു. അവിടെ എല്ലാവരും ചുരിദാറിട്ട് വരുമ്പോൾ പോലും എന്നെ ഒരു ടീച്ചേഴ്സ് ഒന്നും ഇതാക്കി ചെയ്തിട്ടില്ല. അന്നും എല്ലാവരും തലനിറച്ച് ഞാൻ 8ലും 9ലും പഠിക്കുമ്പോൾ എല്ലാവരും തലനിറച്ച് എണ്ണ തേച്ച് വരുമ്പോൾ ഞാൻ ഷാമ്പൂ ഇട്ടിട്ട് വരുന്ന ഒരാളാണ്. ഇന്നാണ് ഇതൊക്കെ ട്രെൻഡായത് ഈ ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള. പക്ഷേ ഞാൻ ഒരു 7ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം തൊട്ട് ഒരു 8ാം ക്ലാസ് തൊട്ട് ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ ഡ്രസ്സിൻ്റെ മാച്ചിങ് സാധനം. കാരണം അന്നും എനിക്ക് ഫാഷൻ സെൻസ് നല്ലതായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ ഇന്നാണ് ഞാൻ ശ്രദ്ധിക്കാതിരിക്കുന്നത്. പക്ഷേ എനിക്കിന്നിപ്പോൾ അതിനോട് ഇന്ന് എൻ്റെ പ്രയോറിറ്റി അതല്ലാത്തതുകൊണ്ട് ഇപ്പം ഞാൻ കൂടുതൽ ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ടോ ശരിക്കും ഞാൻ ഫാഷനബിൾ ആയിരുന്നത് ഞാൻ കുറേ വർഷം കുറച്ച് മുന്നോട്ടായിരുന്നു. എനിക്കൊരു 15-16 വയസ്സ് തൊട്ട് ഇങ്ങോട്ട് ഒരു 10-28 വയസ്സ് വരെ ആയിരുന്നു എനിക്ക് ഫാഷൻ സെൻസ് ഉണ്ടായിരുന്നത്. കാരണം എനിക്കത് പ്രയോറിറ്റി ആയിരുന്നു. ഇന്ന് എൻ്റെ പ്രയോറിറ്റി അതല്ല. ഇന്ന് എൻ്റെ കുഞ്ഞിനെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെടുക, നല്ല കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട്. കാരണം എൻ്റെ പ്രയോറിറ്റി മാറി. മീൻസ് നമ്മൾ കുറച്ചുകൂടെ മെച്ചോർഡായി. കാരണം ശരിക്കും അന്നായിരുന്നു ഞാൻ ശരിക്കും ഡ്രസ്സാണെങ്കിലും ഭയങ്കര മോഡേൺ ആയിട്ടും ഭയങ്കരമായിട്ട് ഫാഷനബിൾ ആയിട്ട് ഞാൻ നടന്നിരുന്നതും ഞാൻ ഈ മാച്ചിങ് സാധനങ്ങളൊക്കെ അത്രയും ഇതായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പം ഞാനൊരു ഒരു കാട്ടിക്കൂട്ടൽ മാത്രമേ ഉള്ളൂ. അതിലപ്പുറം ഞാനൊരു പ്രയോറിറ്റി ഇല്ല എനിക്ക്. കാരണം ഒന്നുമല്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നമ്മൾ പ്രയോറിറ്റീസ് മാറും. അപ്പോൾ പ്രയോറിറ്റീസ് മാറി ശരിക്കും പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനെന്നുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് എന്നെ കുറിച്ചിട്ട് ഞാൻ ആരാണെന്ന് ഇപ്പം ഞാൻ പറഞ്ഞില്ല. എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാർക്ക് എന്നെ അറിയാം. അവർ കാണുമ്പോൾ പറയും താൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, താൻ കണ്ണെഴുതാതെ താൻ പുറത്തിറങ്ങില്ലായിരുന്നല്ലോ. ഞാൻ 8ലും 9ലും പഠിക്കുമ്പോഴൊന്നും ഞാൻ ഐലൈനർ വരയ്ക്കാതെ ഞാൻ പുറത്തിറങ്ങില്ല. കാരണം ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്ന മാക്സി ഇട്ടിട്ട് എവിടെ വേണമെങ്കിലും പോകും. എൻ്റെ പണിക്കാരുടെ കൂടെ ഈ ലേബേഴ്സിൻ്റെ കൂടെ ഞാൻ സാധനങ്ങൾ മേടിക്കാൻ പെയിന്റ് എടുക്കാൻ പോകുന്നതും ഞാൻ തടിയെടുക്കാൻ പോകുന്നതൊക്കെ നിൽക്കുന്ന ഡ്രസ്സിലാണ് ഞാൻ പോകുന്നത്. ഞാനൊരു ചിലപ്പോൾ ഫേസ് വാഷ് പോലും യൂസ് ചെയ്യാറില്ല. ഞാനൊരു സാധനം ഇതാക്കാറില്ല. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ആളാണെന്ന് ഇപ്പോഴാണ് അടുത്തറിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഇത് ആദ്യമായിട്ടല്ല ഞാൻ കേൾക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ പുറത്തേക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ അഹങ്കാരിയാണോ, പ്രശ്നക്കാരിയാണ്, ജാടക്കാരി, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാളെ ജഡ്ജ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ നമ്മളിപ്പോഴാണ് ഇത്രയും നേരം സംസാരിച്ചു തന്നെ. ഇപ്പോൾ ഇതാണ് ഞാൻ ശരിക്കുമുള്ള ഞാനിതാണ്. ഇതിപ്പോൾ എൻ്റെ FBയിലെ കമൻസിലൊക്കെ തന്നെ എൻ്റെ പ്രൊഫൈലൊന്നും വന്ന് ആരും മോശം പറയാറില്ല കേട്ടോ. എൻ്റെ പ്രൊഫൈലോ എൻ്റെ ഇതിൽ ഈ അവിടെ ഇവിടെയും കിടന്നിട്ട് ഓരോരുത്തർ ഇതാവുന്നതല്ലാതെ എൻ്റെ പ്രൊഫൈലൊന്നും വന്ന ഒരാളും എന്നെ ഇതാക്കാറില്ല. എന്നെ മനസ്സിലാക്കുന്ന, എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്ന, എൻ്റെ കൂടെ പഠിച്ച, എൻ്റെ കൂടെ ജോലി അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളും എന്നെ ഒരു രീതിയിൽ ഇപ്പം താൻ പറഞ്ഞതുപോലെയാണ് ഒരു 10 മിനിറ്റ് എൻ്റെ കൂടെ നിന്ന് സംസാരിച്ചാൽ തീരുന്നതേ ഉള്ളൂ ആർക്കാണെങ്കിലും ഉള്ളത്. പിന്നെ ബാക്കിയുള്ള എല്ലാവരെയും കൂടി എവിടെയോ കിടക്കുന്ന എനിക്ക് യാതൊരു ഉപകാരം ഇല്ലാതെ എനിക്കൊരു പരിചയമില്ലാത്ത ആൾക്കാരെ മുഴുവൻ ബോധിപ്പിക്കേണ്ടതോ അവരുടെ അടുത്ത് മുഴുവൻ കൺവിൻസ് ചെയ്യിച്ച് എനിക്ക് ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഒന്നാമത്തത് കാരണം അവരുടെ ലോഗോ അവരുടെ ഇതോ ഒന്നും അല്ല എനിക്ക് അവരുമായിട്ടൊന്നും എവിടെയോ കിടക്കുന്ന ഒരു പരിചയമില്ലാത്ത ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യേണ്ട ആവശ്യവും എനിക്കില്ല.